വാക്യം ഒന്നുകൂടെ വായിച്ച്, കുറിവാക്യമായിട്ട് വായിച്ച വാക്യം. ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിപ്പീൻ. എഫേസ്യർ ലേഖനം 5-ാം അധ്യായം അതിന്റെ 22-ാമത്തെ വാക്യം വായിക്കാം. എഫേസ്യർ 5:22. അപ്പൊ ഭാര്യമാര് കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് കീഴടങ്ങിയിരിക്കണം. എങ്ങനെ കീഴടങ്ങിയിരിക്കണം? ഭാര്യമാരെന്ത് ചെയ്യണം? കർത്താവിനെന്ന പോലെ. നാം കർത്താവിന് കീഴടങ്ങിയിരിക്കുന്നത് പോലെ ആർക്ക് കീഴടങ്ങിയിരിക്കണം? സ്വന്തം ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. അപ്പോൾ ഇന്ന് തൽക്കാലം എനിക്ക് പറയാനുള്ളത്, ഈ ഇവിടുത്തെ കുഞ്ഞിനോട് പറയാനുള്ളത്, ആ കർത്താവിന് നാം കീഴടങ്ങിയിരിക്കുന്നത് പോലെ ആർക്ക് കീഴടങ്ങിയിരിക്കണം? ഭർത്താവിന് കീഴടങ്ങിയിരിക്കണം. ഭാര്യമാര് കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് ഇടങ്ങി വരും. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഭർത്താവ് ആരാണ് മോളെ? ഭാര്യയുടെ തലയാണ്. നീ BSc നഴ്സ് ആയിരിക്കാം, നീ അടുത്ത OIT എഴുതും, പാസ്സാകും, നീ വലിയ ആളായിത്തീരും, അതൊക്കെ ശരിയാണ്. പക്ഷേ താണിരുന്നാൽ, കീഴടങ്ങിയിരുന്നാൽ ജീവിതത്തിൽ അനുഗ്രഹമാണ്. അപ്പം ദൈവം നമ്മളെ ഉയർത്തണമെങ്കിൽ നാം എന്ത് ചെയ്യണം? താണിരിക്കണം. ആർക്കെന്ന പോലെ? കർത്താവിനെന്ന പോലെ. ഭാര്യമാരെ കർത്താവിനെന്ന പോലെ സ്വന്തം ഭർത്താക്കന്മാർക്ക് ഇടങ്ങുവിൻ. ക്രിസ്തു ശരീരത്തിന്റെ രക്ഷിതാവായി സഭയ്ക്ക് തലയായിരിക്കുന്നത് പോലെ ഭർത്താവ് ഭാര്യയ്ക്ക് തലയാകുന്നു. ഓക്കെ, നമ്മുടെ തലയാരാണ്? ഞാൻ ചോദിക്കുന്നത്, നിന്റെ തലയാരാണ്? നിന്റെ ഭർത്താവാണ്. അപ്പോ അവരുടെ ഭർത്താവിന്റെ തല ആര്? ക്രിസ്തുവിന്റെ തല ദൈവം. നോക്കേ, അപ്പൊ നാം ആർക്ക് കീഴടങ്ങണമെന്നാ പറഞ്ഞിരിക്കുന്നത്? സഭയുടെ തല ആരാണ്? ക്രിസ്തു. ആ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്നത് പോലെ ഒരു ഭാര്യ ഭർത്താവിന് കീഴ്പ്പെട്ടിരിക്കണം. ഞാൻ പറയുന്നതാണ് ബൈബിൾ. എങ്കിലും കീഴ്പ്പെട്ടിരുന്ന എന്തുണ്ട് മോളെ? മരണം വരെ സമാധാനത്തോട്, സന്തോഷത്തോട്, സകലവിധ ഐശ്വര്യത്തോട്, നന്മയോട് ജീവിക്കാൻ വേണ്ടി പറ്റും. പറഞ്ഞു കേട്ടോ. കഴിഞ്ഞ ആഴ്ച ഇതേപോലത്തെ വേറൊരു മെസ്സേജാണ് ഞാൻ പറഞ്ഞത്. അന്ന് നീ ഇല്ലായിരുന്നു. അത് വലിയ നഷ്ടവുമാണ്. കഴിഞ്ഞ മാസം. അപ്പോൾ താഴ് വായിച്ച കുഞ്ഞെ. അവ കണ്ടീഷൻ ഒന്നുണ്ട്. ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ആരെ സ്നേഹിക്കണം? ഭാര്യയെ സ്നേഹിക്കണം. അപ്പൊ എന്ത് ചെയ്യണം? ഭർത്താവ് സ്നേഹിച്ചേ പറ്റത്തുള്ളൂ. ഭർത്താവ് സ്നേഹിക്കണം. ഭർത്താവ് നോക്ക്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കണം. താഴെ വായിച്ച മോളെ. അവൻ അവളെ വചനത്തോടു കൂടി ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും. പ്രൈസ് ദി ലോർഡ്. ഒരു വാക്യം കൂടി വായിച്ചിട്ട് ഞാൻ പെട്ടെന്ന് നിർത്താം. പ്രൈസ് ദി ലോർഡ്. ടൈറ്റസിന്റെ ലേഖനം 2-ാം അധ്യായം 5-ാമത്തെ വാക്യം. ടൈറ്റസ്, തീത്തോസ് 2:5. പെട്ടെന്ന് സമയമില്ല. ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാര്യം നോക്കുന്നവരും ദയയുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ട. അപ്പൊ ശീലിപ്പിക്കേണ്ടതിന് നന്മ. അപ്പൊ നമ്മുടെ ഡ്യൂട്ടിയാണ് നന്മ ഉപദേശിക്കുന്നത്. പറഞ്ഞാട്ട് ഉപദേശിക്കുക എന്നുള്ളത്. ഞാൻ ഇവിടെ വന്ന് ലീഡ് ചെയ്യുന്ന നിങ്ങളുടെ ഭവനത്തിലെ പ്രാർത്ഥന ഉപദേശിക്കാനുള്ള എൻ്റെ കടമയാണ്. എന്താ പറഞ്ഞിരിക്കുന്നത്? നന്മ ഉപദേശിക്കണം. ഒന്നുകൂടെ വായിച്ച മോളെ. ഭർത്തൃപ്രിയന്മാര്. അപ്പൊ നമ്മൾ എന്തായിരിക്കണം? ഭർത്തൃപ്രിയരായിരിക്കണം. ഭർത്താവിനെ പ്രിയപ്പെടുന്നവരായിരിക്കണം. ഭർത്തൃപ്രിയന്മാരും പുത്രപ്രിയന്മാരും സുബോധവും പാതിവൃത്യമുള്ളവരും വീട്ടുകാരെ നോക്കുന്നത്. എൻ്റെ അമ്മയുണ്ട്, ഇവിടെ വലിയ അമ്മച്ചിയുണ്ട്, അമ്മയുണ്ട്. എനിക്കൊന്നും ചെയ്യാനുള്ള കാര്യമില്ലെന്നല്ല. വീട്ടുകാരെ നോക്കുന്നവരായിരിക്കണം.
അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നത്. വീട്ടുകാര്യം നോക്കുന്നവരും ദയവുള്ളവരും ഭർത്താക്കന്മാർക്ക് കീഴ്പ്പെടുന്നവരുമായിരിക്കാൻ ശീലിപ്പിക്കേണ്ടതിന് നന്മ ഉപദേശിക്കുന്നവരായിരിക്കണമെന്ന് പ്രബോധിപ്പിക്കുക. അപ്പൊ നമ്മൾ വെറുതെ അല്ല ഈ പ്രബോധിപ്പിക്കുന്നത്, അത് ദൈവം വച്ചിരിക്കുന്നതാണ്. പ്രബോധിപ്പിക്കുവാൻ അതെൻ്റെ കടമയാണ്, എൻ്റെ കർത്തവ്യമാണ്. ഞാനിവിടെ ഉപദേശിക്കുന്നു. നിനക്ക് എത്ര ദേശം എന്നോട് ഉണ്ടായിരുന്നാലും എനിക്കതൊരു വിഷയവുമല്ല. തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം 11-ാമത്തെ വാക്യം. തിമോത്തിയോസ് 2:11. നാം അവനോടുകൂടെ മരിച്ചുവെങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. ഓ നോക്കേ, ഒന്നുകൂടെ വായിച്ച മോള്. നാം അവനോടുകൂടി മരിച്ചു എങ്കിൽ കൂടെ ജീവിക്കും, സഹിക്കുന്നുവെങ്കിൽ കൂടെ വാഴും. അപ്പൊ സഹിച്ചാൽ കൂടെ വാഴും. അറിയാട്ടോ, വാഴണമെങ്കിൽ എന്ത് ചെയ്യണം? സഹിച്ചേ പറ്റത്തുള്ളൂ. സഹിച്ചാൽ കൂടെ വാഴുവാൻ സാധിക്കുന്ന പോൽക്കാലം എനിക്ക് ഈ ഉച്ച സമയത്ത് പറയുവാനുള്ളത്, സഹിച്ചാൽ എന്ത് ചെയ്യും? കൂടെ വാഴുവാൻ സാധിക്കും. അപ്പൊ കൂടെ വാഴണമെങ്കിൽ ഇതെല്ലാം സഹിക്കണം. സഹിച്ചാൽ കൂടെ വാഴുവാൻ സാധിക്കും. ഞാനിവിടെ വായിച്ചിട്ട് അവസാനിപ്പിക്കാൻ വേണ്ടി പോവുകയാണ്. ഓക്കെ, ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക് കിടങ്ങിരിപ്പിൻ. അവരിൽ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ നിങ്ങളുടെ നടപ്പ്. അപ്പോൾ ഒരാള് നിന്റെ ഭർത്താവ് ആത്മീയനല്ല എന്ന് വെച്ചോ, വിശ്വാസത്തിൽ ഇല്ല എന്ന് വെച്ചോ, അവനെ ശരിക്ക് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം? ഒന്ന് വായിച്ച കുഞ്ഞ്. കീഴടങ്ങിയിരിപ്പാൻ അവൻ വല്ലവരും വചനം അനുസരിക്കാത്ത പക്ഷം ഭയത്തോടു കൂടിയ ഭയം എന്തെന്നറിയിക്കണം? ഭർത്താവിനെ ഭയപ്പെടുന്നവളായിരിക്കണം. ഭയത്തോടു കൂടിയ നടപ്പ് എങ്ങനെയുണ്ടായിരിക്കണം? ഭയമുണ്ടായിരിക്കണം. നിർമ്മലമായ നടപ്പ്. എങ്ങനെയാ നടക്കുവാനുള്ളത്? നിർമ്മലമായ നടപ്പായിരിക്കണം. ആയിട്ട് വായിച്ചേ. നടപ്പ് കണ്ടറിഞ്ഞ് കാണണം. ആര് കാണണം? ഭർത്താവ് കാണണം. ഭയത്തോടു കൂടി നിർമ്മലമായ ആ നടപ്പ് ഭർത്താവ് കാണണം. എന്നിട്ട് കണ്ട് അറിയണം. മറ്റുള്ളവർ പറയണം, നിന്റെ ഭാര്യ വളരെ അനുഗ്രഹിക്കേണ്ട ഒരു കുഞ്ഞാണ്, അവളെ നല്ല ആത്മീയയാണ്, അവൾ അനുഗ്രഹിക്കേണ്ട കുഞ്ഞാണെന്ന് മറ്റുള്ളവർ പറയണം. കാണണം, കണ്ട് അറിയണം. അങ്ങനെയല്ലേ എഴുതിയിരിക്കുന്നു, കണ്ട് അറിഞ്ഞ്. ഇനി അങ്ങനെയാണെങ്കിൽ വചനം കൂടാതെ ഭാര്യമാരുടെ നടപ്പിനാൽ ഭർത്താവ് ഭാര്യയോട് ചേർന്ന് വരുവാൻ, ഒന്നിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ, ഒന്നിച്ച് ദൈവത്തെ ഉയർത്തുവാൻ ഇടയായിത്തീരും. അറിഞ്ഞാട്ടോ കുഞ്ഞെ, ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാട്ടെ. ഞാനിവിടെ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുകയാണ്. സ്വർഗീയ പിതാവേ, അങ്ങേ വാഴ്ത്തുന്നു, സ്തുതി